എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിരി റിയാക്ഷൻ ആണ്. യു എ സിനിമയുടെ മഗ്രാത്ത് വരുന്നുണ്ട്. വാർണർ വരുന്നുണ്ട്. എല്ലാ ഓസ്ട്രേലിയൻ താരങ്ങളും മൊത്തം വരും. അതെ, സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ്. അതിന്റെ പേരാണ് ഈ വാർണർ. യെസ്, എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കാണണം. ഇതൊരു ഉപേന്ദ്രയുടെ ഒരു സ്പെഷ്യൽ വേൾഡ് ആണെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ആള് തന്നെയല്ലേ ഇതിന്റെ ഡയറക്ടർ? അതെ, അപ്പൊ പിന്നെ ആള് സ്വന്തം ഉണ്ടാക്കിയത് തന്നെയായിരിക്കും. യു എ വേൾഡ് നോക്കാം, നമുക്ക് എന്താണെന്നുള്ളത് അറിയണം. ഇതിന്റെ ടീസർ ഓർമ്മല്ലേ? ആ ഒരു വേൾഡ് സൗണ്ട് മാത്രമുള്ള ആ ഒരു വേൾഡ്, അത് ഗംഭീര സാധനമായിരുന്നു കേട്ടോ. അത് ഭീകരമായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അത് ഒരു കുതിരേന്റെ ഒരു ഓട്ടം മാത്രം ഉണ്ടായിരുന്നു. കുതിര, പിന്നെ എന്തോ ചിറകടിച്ച് പറക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും മനസ്സിലേക്ക്. പിന്നെന്താ ഒന്നുമില്ല. അതെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബ്സയ്ക്ക് ശേഷം ഉപേന്ദ്രൻ നായകനായിട്ട് വരുന്ന സിനിമയാണ്. പേടിക്കണം, പേടിക്കേണ്ട കാര്യങ്ങൾ പേടിക്കാനേ വേണം. വാർണറാണല്ലോ, വാണിംഗ് തന്നിട്ട് വേണം എല്ലായിടത്തും പോവാൻ. നമ്മളിപ്പോ അത് അങ്ങനെ ആയി എന്ന് എഴുതിയിട്ട് ഇത് ആ രീതിയിൽ വരും, മോശമാവുന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അത് ചിലപ്പോ ഇത് ഗംഭീരമായേക്കാം. ആദ്യം ട്രെയിലർ കണ്ടു നോക്കാം. അതിന്റെ ഡയറക്ഷൻ വേറെ ലെവലാണെന്നുള്ളതാണ് പറഞ്ഞു കേട്ടുള്ളത്. നമ്മളൊന്നും കണ്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഇവരെയൊക്കെ പരിചയപ്പെടുന്നതന്നെ ഒരു 1-2 വർഷമായിട്ടുള്ളൂ. അതായത് അല്ലു അർജുൻ്റെ ഒരു സിനിമ അല്ലേ, അതുകൊണ്ടല്ല ആ വീട്ടിൽ കയറിയിട്ട് അത് ഫാമിലിയെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്ന അത് ആള് ഡയറക്ട് ചെയ്താണത് അല്ല, ആളാണതില്, അങ്ങനെയാണ് ആളെ അറിയുന്നത്. അങ്ങനെ അതിൽ അഭിനയിച്ച ആളാണെന്ന്. ഓക്കെ, ഉപേന്ദ്ര. ഓക്കെ, റെഡി. അടുത്ത പാൻ ഇന്ത്യൻ കന്നഡ മൂവി. യെസ്, അതാണ് ഇതിലെ സ്പെഷ്യാലിറ്റി. ഓക്കെ, കാണാം. നോക്കാം. മലയാളമാണേ. നന്നായി. മലയാളം വാർണറാണേ. സൗണ്ട് ഇല്ലേ? ജോക്കറോ? ഓ, 2040. അയാൾക്ക് പഴം കിട്ടിയത് അത് പുതിയ ലോകം തന്നെ കേട്ടോ. അടിസ്ഥാന ആവശ്യങ്ങളായ സൗകര്യമായി വിതരണം ചെയ്യുകയാണ്. നമ്മുടെ ജാതിക്കാരുടെ പുറത്തൊന്നും പേരുവിട്ട കഴിക്കുന്നല്ലോ. നമ്മുടെ ആളുകളെല്ലാം ചൊവ്വയിലേക്ക് പോവാ. എന്തൊക്കെ വെപ്പൺസാ വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ. നമ്മളൊക്കെ ശരിക്കും സേഫാണ് ബ്രോ. ഇത് പുതിയെന്തോ പരിപാടി കേട്ടോ. ആള് പറഞ്ഞോളൂ തന്നെ. പ്രതിഷേധത്തിനേക്കാൾ അധികാരത്തിനാണ് ബലം ജാസ്തി. വില്ലനാണോ? ഓ, കുണ്ടിക്കിട്ടോ ഉപേന്ദ്ര. വേറൊരു ലെവലിലേക്കാട്ടോ സാധനം. ഇത് യു എ ഉദ്ദേശിച്ചിട്ടുള്ളത് യു നീ ഐ ഞാൻ, ആ രീതിയിലാണോ? അതും പറയാൻ പറ്റില്ല, ആയിരിക്കാം. എന്താണെങ്കിലും എന്താ പറയാ, 2040 കാണിച്ചിരിക്കുന്നത്. 2040 14-15 വർഷം മുന്നോട്ട് ചിന്തിച്ചു. പക്ഷെ അതിന് മാത്രം മാറ്റൊക്കെ വരുമോ ആ വർഷത്തില്? ഇതിനകത്ത് കാണിച്ച പോലെയൊക്കെ എന്തായാലും മാറൂല. പക്ഷെ ഇത് വേറെ എവിടെയോ വേറൊരു ലോകം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഓക്കെ. പോലീസ് സാധനമായിട്ടാണ് ഫീൽ ചെയ്ത്. കാരണം അധികാരവർഗത്തിന്റെ ആ ഒരു ദുൽമും എല്ലാമുള്ള ഒരു രാക്ഷസനായിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ ഉപേന്ദ്ര ചെയ്യുന്ന കഥാപാത്രം. ആളാണ് ഇതിൻ്റെ
സ്ക്രിപ്റ്റ് ആളാണ് ഇതിൻ്റെ സംവിധാനം, ആള് തന്നെയാണ് ഇതിൽ നായകനായി വരുന്നത്. ഇതിന്റെ തുടക്കം വില്ലനാണ്. അതെ, ഇതിന്റെ തുടക്കം അതായത് ട്രെയിലറിന്റെ തുടക്കം മുതലേ തന്നെ നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. സത്യം. വേറെ ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്ന പോലത്തെ സംഭവങ്ങൾ തന്നെ. അതെ, രജിസ്റ്റർ ചെയ്തു അവര്. നമുക്ക് ശരിക്കും അത് നമ്മുടെ ആ ലോകത്തേക്ക് കൊണ്ടുപോയി. അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതെ, പിന്നെ ജാതി പട്ടിണി അങ്ങനെയൊക്കെ ആവൂടാ അത്രയും ചിലപ്പോ. അത് ഇതൊരു പുതിയ ലോകം ആള് അത് ശരിയാ, ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ ഓക്കെ. അതെ, എന്നിട്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ആളായിട്ട്, ഒരു വലിയ ശക്തി, അധികാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാളായിട്ട് ആളുടെ ക്യാരക്ടർ വരുന്നത് കണ്ടാ തന്നെ അറിഞ്ഞൂടെ. ഒരു ഡ്രാക്കുള ലുക്കിലൊക്കെ ഉള്ള കോട്ടും ആള് പിടിച്ചാ കിട്ടാത്ത ആളാന്ന് തോന്നുന്നു കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു നല്ലൊരു തിരിച്ചുവരവാകും എന്നാല്. ഇത് നല്ലൊരു വെറൈറ്റി സാധനമാണ്. അതായത് കണ്ടന്റ് നല്ല വ്യത്യസ്തതയുണ്ട്. അതെ, പക്ഷെ ആ ഒരു സാധനമല്ലേ, ആ പഴം എടുത്ത് തിന്നുന്ന വിശപ്പിന്റെ ഈ ഒരു സാധനം നമ്മൾ കൽക്കിയിൽ കണ്ടിട്ടുള്ള സാധനമാണ്. അതായത് വിശപ്പും വെള്ളമൊന്നും ഇല്ലാതെ ഒരു പോകുന്നൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ, തുടക്കത്തിലുള്ള ഒരു സീൻ ഉണ്ടല്ലോ, ആളിങ്ങനെ ചെല്ലുന്നു, വാട്ട് ഹാപ്പൻഡ്, വോൾട്ടേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും വോൾട്ടേജ് പറഞ്ഞ ആകെ പണി കിട്ടിയതാണ്. അല്ല, ഇതിന്റെ തുടക്കത്തിലെ കാര്യം എന്തോ പറഞ്ഞായിരുന്നു. അതെ, ഇതിന്റെ ആ തുടക്ക സീന് ഉപേന്ദ്ര വന്നിട്ടല്ലേ ആളുടെ എന്തോ വെട്ടുന്നതായിട്ട് കാണിക്കുന്നത്, അറുത്തിട്ട് പോണത്, ആ ജോക്കറിന്റെ രൂപമുള്ള ആളെ. അപ്പൊ വെട്ടിയത് എന്താന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണത് പഴ. കുറച്ച് ദിവസമായിട്ട് നീ മൊത്തം റോങ് ആട്ടോ. ഒരു ഡയറക്ടർ വിഷനാടാ. അതാണ് പണ്ടൊക്കെ കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ അത് കാണിക്കുന്നതിന് ശേഷം ഒരു പൈപ്പ്, ഒന്നില്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്താണെങ്കിലും ഇതിന്റെ തുടക്കത്തിലെ ആ ഒരു സൗണ്ടുകൾ ഉണ്ടല്ലോ, ശബ്ദങ്ങള്, ഈ സാധനമായിരുന്നു ഇവര് അന്ന് ഇറക്കിയ ടീച്ചറിനകത്ത് ഉണ്ടായിരുന്നത്. സൗണ്ട് അതെന്നല്ല, അതേപോലെ ആയിരുന്നു. സൗണ്ടുകൾ മൊത്തം ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതേപോലെ തുടക്കത്തിലും അത് നന്നായിട്ട് നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ സൗണ്ടിനൊക്കെ പ്രത്യേക പ്രാധാന്യമുള്ള ഒരു ലോകമാണെന്ന് തോന്നുന്നു. അതെ, എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സംഭവം അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ആ ലാസ്റ്റത്തെ വെടിവെക്കൽ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാനൊന്നും ഞാൻ അതിനും ഞാൻ അതിനു വേണ്ടി അത് ഇട്ട് തന്നത്, ബാക്കി പറയുന്നിരുന്നിട്ട് ഞാൻ ആ സമയത്ത് തന്നെ അതിന്റെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാനും കൊടുത്തായിരുന്നു. ആണല്ലേ? അത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളാണല്ലേ നമ്മുടെ തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള നിൽക്കുന്ന തേന്മാവിൻ കൊമ്പത്തിലല്ല, അത് കിട്ടത് അപ്പക്കാളല്ല. മറവത്തൂർക്കരവിന്റെ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയില്ല, പക്ഷെ ആ നൃത്തം, ആ ഒരു നൃത്തം പെട്ടെന്ന് ഓർമ്മ വരും. ഇത് കാണും, ഈ സീൻ കാണും. അതോ ഇത് കറക്റ്റ് ആയിട്ട് അവരെ എടുത്തു വെച്ച് ഒപ്പി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവിടെ ഇതിന്റെ എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടി നമുക്ക് എഫക്റ്റ്. സത്യം. എന്തായാലും കാത്തിരിക്കാം. വന്നപ്പോ എങ്ങനെയാണെങ്കിൽ സിനിമ എന്തായിരിക്കും? സിനിമ റിലീസ് ഡിസംബർ 20-നാണ്. അതെ, ഞങ്ങളാ വഴിക്കില്ല, ഞങ്ങള് മാർക്കോന്റെ വഴിക്കാ. എത്ര സിനിമയാണ് അപ്പൊ? വേറൊരു സിനിമയില്ലേ മാർക്കോന്റെ ദിവസം? നമ്മളും പിന്നെ വിടുതലൈ പാർട്ട് 2 അത് കാണണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പോവാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം നീ വിടുതലൈ പാർട്ട് 2 പോവും, ഞാൻ അത് സഹിക്കണ്ടില്ലേ? ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. UAE വേൾഡ് ഒന്ന് എനിക്കൊന്ന് കാണണം. എന്താണെന്നുള്ളത് കണ്ടിരിക്കുന്നത് നല്ലതാ. തീർച്ചയായും. ആ വേൾഡിൽ നിന്ന് ഇന്റർവെല്ലിനൊന്നും ഇറങ്ങി പോരരുത്, അവിടെ ഇരുന്നോണം. അല്ല, അത്രക്ക് ഗംഭീര. അല്ല, അതൊരു സത്യം കേട്ടോ. നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ കണ്ട് അനുഭവിക്കാത്തൊരു സംഭവം കാണാൻ പോകുന്നതിന്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ സ്ഥിരം കാണുന്ന സാധനങ്ങളൊന്നുമല്ല. അത് നല്ലത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. മസാല പരിപാടി കുത്തിക്കയറ്റാതിരുന്നാൽ മതി. അതായത് നടന് അല്ലെങ്കിൽ ഇതിലെ വില്ലനായി വന്ന നമ്മുടെ ഉപേന്ദ്രനക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാസ് കാണിക്കാനുള്ളൊരു കുറച്ച് കൂടുതൽ പരിപാടി ചെയ്യുമല്ലോ, മസാല പരിപാടി, അത് ചെയ്യാതിരുന്നാൽ മതി. കണ്ടന്റ് ഓറിയന്റഡ് രീതിയിലുള്ള സാധനം തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ കേട്ടറിഞ്ഞതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഉപേന്ദ്രന്റെ ഡയറക്ഷൻ ഒരു രക്ഷയില്ലാത്ത ഡയറക്ടറാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തെളിവാണിത്. അതെ, പിന്നെ ഈ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി അത് ഗംഭീരമായിട്ടുണ്ട്. എന്താണെങ്കിലും പോവല്ലേ? എന്നാലും അപ്പൊ പോവാം. തോന്നുന്നു ഏതോ ഒരു ഏരിയയിലേ ഈ
മറ്റേ ഭയങ്കരമായിട്ട് ടെററിസ്റ്റ് പരിപാടിയൊക്കെ നടന്നതിന് ശേഷം ആ ഇത് ബ്ലാസ്റ്റ് പരിപാടി പിന്നെ ഭൂമി കുലുക്കം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവിടെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ. അങ്ങനത്തെ ഏരിയയിൽ ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ എന്നുള്ള രീതിയിലാണോ എന്ന് സംശയമുണ്ട്. അറിയില്ല. അങ്ങനത്തെ ആ ഒരു സമയത്തുള്ള അവിടെ മൊബൈൽ ഫോണൊക്കെയാണ് മറ്റേ ഇതിനു കൊണ്ട് കൊടുക്കുന്നത്. അരിയും പഞ്ചസാര കൊടുക്കുന്നതിന് ഒരു മൊബൈൽ ഫോണ് റീചാർജ് നമ്പറൊക്കെയാണ് ആൾക്കാർ. പിന്നെ ജാതി മുദ്ര ഇതൊക്കെ പ്രത്യേകം. അത് നല്ല ചിന്താഗതിയാണ് കേട്ടോ. കാരണം കുറച്ചൊക്കെ കാലം കഴിയുമ്പോഴേക്കും ഭൂമിയെ നശിപ്പിക്കും ഈ ചിന്താഗതി. അതൊരു സത്യം. അതിന് മൊബൈലും മതവും ഇതൊക്കെ അതിൽ പ്രശ്നം തന്നെയാണ്. ഫുഡാണ് കിട്ടാൻ ഇല്ലാത്ത അവസ്ഥ വരിക. ഭക്ഷണം ഇല്ലാണ്ട് വരുമ്പോഴാണ് മനുഷ്യൻ ആരാറൊക്കെ ശരിക്കും അറിയാൻ പോകുന്നത്. എന്താണെങ്കിലും നല്ലൊരു സിനിമയാവട്ടെ, കാത്തിരിക്കുന്നു. പോവല്ലേ? എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. മഗ്രാദ് സൂപ്പറായി അല്ലേ? വാർണറാണ് ലാസ്റ്റ് വന്ന വാർണിംഗ് കൊടുക്കുന്നത്. മനസ്സിലായോ? പ്രതിഷേധത്തിനെക്കാട്ടിലും വലിയതാണെന്ന് പറഞ്ഞ അധികാരം. അതായത് ഇവർക്കൊക്കെ വാർണിംഗ് കൊടുക്കുന്ന ആള്. അതെ, അതാണ് നമ്മുടെ ഉപേന്ദ്രൻ എന്ന കഥാപാത്രം.